ഹായ് ഓൾ. ചാപ്റ്റർ നമ്പർ 13 പോളിനോമിയൽ പിക്ചേഴ്സിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പേജ് നമ്പർ 216 ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന് 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 സബ് ക്വസ്റ്റ്യൻസും ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ്, ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചെയ്ത് നോക്കാം. നേരെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദീസ് പോളിനോമിയൽസ്. ഈ പോളിനോമിയൽസിൻ്റെ ഒക്കെ ഗ്രാഫ് വരയ്ക്കണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1 എന്നാണ് പറയുന്നത്. ചെയ്തു നോക്കാം. ചോദ്യം ഇവിടെ ഉണ്ട്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് ഒരു ഗ്രാഫ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. അപ്പോൾ ഒരു ഗ്രാഫിന് ഗ്രാഫ് വരയ്ക്കുമ്പോൾ 2 ആക്സിസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരാൾ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് നമ്മൾ എന്താ വിളിക്കുക? എക്സ് ആക്സിസ് എന്നാണ് വിളിക്കുക. ഈ കാണുന്ന ആളാണ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇനി അതല്ലാതെ പിന്നെ ഒരു വെർട്ടിക്കൽ ആക്സിസും കൂടെ ഉണ്ടാവും. വെർട്ടിക്കൽ ആക്സിസിനെ നമ്മൾ വിളിക്കുക എന്താണ്? വൈ ആക്സിസ് എന്നാണ് വിളിക്കുക. ഈ 2 ആക്സിസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അഥവാ ഈ രണ്ടാളും മീറ്റ് ചെയ്യുന്നിടത്തുള്ള ആംഗിളില്ലേ, ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ നോക്കിക്കേ, 90 ഡിഗ്രി ആയിരിക്കും ഇവർ തമ്മിലുള്ള ആംഗിൾ. ആ ആംഗിൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. നമുക്ക് എക്സ്നോ മൈനസ് എക്സ്നോ അല്ലെങ്കിൽ എക്സ് ഡാഷ് എന്നും മാർക്ക് ചെയ്യാം. മുകളിലോട്ട് വൈയും താഴെ വൈ ഡാഷ് എന്നും മാർക്ക് ചെയ്തു. ഇനി ഈ 2 ആളുകൾ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് നമ്മൾ 0 ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ശേഷം റൈറ്റിലേക്ക് പോകുന്തോറും പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നിലും മാർക്ക് ചെയ്ത് പോവാം. 1 2 3 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ലെഫ്റ്റിലേക്ക് പോകുന്തോറും ഇവിടെ -1 -2 -3 -4 എന്നുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഇപ്പം വരയ്ക്കേണ്ടതിന് ഇങ്ങനെയാണ് നമ്പേഴ്സ് വേണ്ടത്. ഇനി 0യിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും വൈ ആക്സിസിൽ നമുക്ക് 1 2 3 4 എന്നുള്ള നമ്പേഴ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അവരെ മാർക്ക് ചെയ്തു. താഴോട്ട് വരുന്തോറും -1 -2 -3 -4 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്രാഫിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫോം ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക്. നമ്മുടെ ചോദ്യം പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1 ആണ് അല്ലേ. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 വാല്യൂസ് അറിഞ്ഞിരിക്കണം. മിനിമം 2 വാല്യൂസ് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പി ഓഫ് 0 അല്ലെങ്കിൽ പി ഓഫ് 1 പി ഓഫ് 2 അങ്ങനെ ഏതെങ്കിലും പി ഓഫ് എന്നുള്ള ഏതെങ്കിലും 2 വാല്യൂസ് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാലേ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കോളം വരയ്ക്കണം. അതൊന്ന് വരച്ച് നോക്കാം. ഇതൊന്നുമില്ല, നമ്മളിവിടെ എക്സ് എന്നുള്ള ആൾക്കൊരു വാല്യൂ കൊടുക്കും. കറസ്പോണ്ടിങ് ആയിട്ട് പി ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ താഴെയും എഴുതും. അപ്പോൾ നമ്മൾ ജനറലി എടുക്കുക എക്സ് ആയിട്ട് നമ്മൾ 0 എന്ന് കൊടുക്കും. അപ്പം ഈ മേലെ കാണുന്ന പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1 എന്നുള്ള പോളിനോമിയലിൽ പി ഓഫ് 0 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 2 × 0 - 1 കിട്ടും അല്ലേ. ഈ 2 × 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 0 ആണ്. അപ്പോൾ 0 - 1 എന്ന് പറഞ്ഞാൽ എന്താ വാല്യൂ വരിക? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. -1. അപ്പം ഇവിടെ 0 എന്ന് നമ്മൾ കൊടുത്തപ്പം കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ വാല്യൂ നമ്മൾ താഴെ എഴുതി. പി ഓഫ് എക്സിൻ്റെ ആ കോളത്തിൽ എഴുതി -1 ആണ്. ഇനി എക്സ് എന്നുള്ള കോളത്തിൽ ശ്രദ്ധിക്കണം. ഈ എക്സ് എന്നുള്ള കോളത്തിൽ നമ്മൾ എക്സിന് ഇപ്പോൾ 0 കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ എന്തെന്ന് കൊടുക്കും? 1 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് 1 കണ്ടുപിടിക്കും. പി ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കുക? ഈ മേലെ കാണുന്ന പോളിനോമിയലിൽ എക്സിന് പകരം ആരെ കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 2 × 1 - 1 എന്ന് കിട്ടും. ശ്രദ്ധിച്ചേ, 2 × 1 എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ 2 - 1 എന്നാണ് ഇവിടെ വരിക. 2 - 1 2 - 1 എത്രയാണ്? 1 എന്നാണ് ആൻസർ കിട്ടുക. എന്താ കിട്ടുക? 1. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഈ 2 വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഗ്രാഫ് വരയ്ക്കാം. ഇനി ഗ്രാഫ് വരയ്ക്കുക എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇവിടെ എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? -1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എക്സ് ആക്സിസിലാണ് എടുക്കുക. പി ഓഫ് എക്സിൻ്റെ വാല്യൂ എവിടെ എടുക്കുക? വൈ ആക്സിസിലുമാണ് എടുക്കുക. അപ്പം ആദ്യം തന്നെ എക്സിന് 0, അപ്പോൾ ഈ ആക്സിസിൽ 0 എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ജസ്റ്റ്
നോക്കിയാൽ മതി. നിങ്ങൾ ഗ്രാഫ് പേപ്പറിലായിരിക്കും വരയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 0 എന്ന് പറഞ്ഞ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ നമുക്ക് വേണ്ട പോയിൻ്റ് ഏതാ? -1 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള -1 0 എന്നുള്ള പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന -1 ദാ ഇവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാനൊരു വലിയ പോയിന്റ് ഹൈലൈറ്റർ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എങ്ങനെ ഇടുള്ളൂ, ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടുള്ളൂ. ആ പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. സൂം ചെയ്തിട്ട് ഈ പോയിൻ്റാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, നമുക്ക് പിന്നെ വേണ്ടത് എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പം എക്സ് എന്നുള്ള വാല്യൂ എക്സ് ആക്സിസിൽ എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കി. ഈ പോയിൻ്റ് അല്ലേ 1 എന്ന് പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ അവിടെ നിന്ന് വെർട്ടിക്കലായിട്ട് പോകുന്ന ഈ ലൈൻ ഉണ്ട് അല്ലേ, ആ ലൈനിലേക്ക് -1 വൈ ആക്സിസിൽ -1 എവിടെയാണ്? സോറി, -1 അല്ല 1 ആണ്. വൈ ആക്സിസിൽ 1 വരുന്നത് എവിടെയാണ്? ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഇവൻ ഇങ്ങനെ നേരെ വന്ന് മീറ്റ് ചെയ്യുന്നതും ഇവൻ ഇങ്ങനെ നേരെ വന്ന് മീറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പോയിൻ്റ്, ആ പോയിൻ്റ് ഏതാണ്? ഇത് ഇവിടെ കാണുന്ന പോയിൻ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യാം. 1ഉം 1ഉം മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതാ ഇവിടെ വരും അല്ലേ. അപ്പോൾ ഈ 2 പോയിൻ്റ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ച യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 2 പോയിൻ്റ് കിട്ടി. ആ 2 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? നിങ്ങൾ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഈ 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്തിട്ട് സ്കെയിൽ കൊണ്ട് ജസ്റ്റ് ഒരു വര അങ്ങനെ നീട്ടി വരയ്ക്കാം. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പം ഇങ്ങനത്തെ സ്ക്രീനിലായതുകൊണ്ട് കറക്റ്റ് പോയിൻ്റ് കൂടെ പോയില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മേലെ എഴുതി വെക്കുക, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഏത് പോളിനോമിയലത്? 2x - 1 ആണ്. അപ്പോൾ 2x - 1 അവിടെ മേലെ ജസ്റ്റ് ചെരിച്ച് എഴുതി വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അങ്ങനെയാണെങ്കിൽ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x - 1 എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ അതേപോലെ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുക്കും അല്ലേ? ഇവിടെ എന്തെന്ന് കൊടുക്കും? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുക്കും. ഇനി എക്സിൻ്റെ വാല്യൂ ആദ്യം നമ്മൾ 0 എന്ന് കൊടുക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്താൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 0 ആണ്. പി ഓഫ് 0 എന്താ കിട്ടുക? നോക്കിക്കേ, x - 1 എന്നല്ലേ മേലുള്ളത്. അപ്പം 0 - 1 0 - 1 എത്രയാണ്? -1 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ -1 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് എക്സിന് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് 1 കണ്ടുപിടിക്കണം. പി ഓഫ് 1 എന്താ കിട്ടുക? x - 1 ആണ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ അല്ലേ. അപ്പം 1 - 1 എത്രയാണ്? 0. കറസ്പോണ്ടിങ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 എന്ന് കിട്ടി. ഇനി നേരെ ഗ്രാഫിലേക്ക്. ഫസ്റ്റ് എന്താണ്? 0 എന്ന് പറഞ്ഞ പോയിൻ്റ് ആകുമ്പം 0 എന്ന് പറഞ്ഞാൽ എക്സിൽ മാർക്ക് ചെയ്തു അല്ലേ. എന്താ വാല്യൂ കിട്ടുന്നത്? -1. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ലൈനിൽ -1 എവിടെയാണ് വരുന്നത്? ഈ ഒരു പോയിൻ്റാണ് വരുന്നത്. അതേ വൈ ആക്സിസ് തന്നെയായിരിക്കും ആ പോയിൻ്റ് വരിക അല്ലേ. അപ്പോൾ ആ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഏതാ പോയിൻ്റ്? ഈ കാണുന്ന പോയിൻ്റാണ്. ഞാൻ ഹൈലൈറ്റർ കൊണ്ടാണ് മാർക്ക് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് എന്തുകൊണ്ട് മാർക്ക് ചെയ്യുക? പോയിൻ്റ് ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, x1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് അല്ലേ. ഇവിടെ കാണുന്ന ഈ പോയിൻ്റ്. ഈ പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ലൈന് വെർട്ടിക്കൽ ലൈൻ ഇതാണ്. ഇതിലേക്ക് വൈ ആക്സിസിലുള്ള 0 എന്ന് പറഞ്ഞ പോയിൻ്റ് കണക്റ്റ് ആവുന്നത് എവിടെ തന്നെയാണ് വരിക? ആ കാണുന്ന 1ലേക്ക് തന്നെയാണ് 0 വരിക അല്ലേ. വൈ ആക്സിസിലെ 0 അങ്ങോട്ട് തന്നെയല്ലേ വരിക. അപ്പോൾ നമുക്ക് വേണ്ട പോയിൻ്റ് ഈ കാണുന്ന പോയിൻ്റ് തന്നെയാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. ഈ കാണുന്ന പോയിൻ്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് വരച്ചാൽ മതി? ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരച്ചാൽ മതി. നേരെ വരച്ച് നോക്കാം. ഇങ്ങനെ വരും സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. 2 പോയിൻ്റ് കറക്റ്റായിട്ട് പോകുന്ന രീതിയിൽ, കണക്റ്റ് ആവുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ കുറച്ചൊന്ന് നീട്ടി വരയ്ക്കുക. പരിപാടി കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമ്മൾ എഴുതി വെക്കുക പി ഓഫ് എക്സ്. എന്തായിരുന്നു പി ഓഫ് എക്സ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x - 1 ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ചോദ്യം. ഇനി നേരെ മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 - x എന്നാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ ആദ്യം എക്സിന് എന്തെന്ന് കൊടുക്കും?
എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കോളം ഉണ്ട്. എക്സിന് നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുക്കും. എക്സിന് 0 എന്ന് കൊടുത്താൽ പി ഓഫ് 0 കണ്ടുപിടിക്കണം. പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഏത് പോളിനോമിയല്ല? 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയല്ല അല്ലേ? അപ്പോൾ 1 മൈനസ് എക്സ്, എക്സിന് പകരം 0. 1 മൈനസ് 0 എത്രയാണ്? 1 തന്നെ. അപ്പോൾ കറസ്പോണ്ടിങ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. അതിൻ്റെ തൊട്ട് താഴെ എഴുതി വെച്ചു. ഇവിടെ എക്സിന് കൊടുത്ത വാല്യൂ ഇവിടെ എഴുതി വെച്ചു. കറസ്പോണ്ടിങ് കിട്ടിയ വാല്യൂ തൊട്ട് താഴെ എഴുതി വെച്ചു. ഇനി അടുത്തതായിട്ട് എക്സിന് നമ്മൾ എന്തെന്ന് കൊടുക്കും? 1 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് 1 എന്താ കിട്ടുക? 1 മൈനസ് 1 എന്നാണ് കിട്ടുക. 1 മൈനസ് എക്സ് എന്നുള്ളിടത്ത് 1 മൈനസ് 1. 1 മൈനസ് 1 എത്രയാണ്? 0. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. അപ്പം പി ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ 1 എന്നും എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ എന്തെന്ന് കിട്ടും? 0 എന്നും കിട്ടും. ഇനി നമ്മൾ ഗ്രാഫിലേക്ക്. ഗ്രാഫിൽ ഫസ്റ്റ് 0 എന്ന് പറഞ്ഞ പോയിന്റ്, എക്സിന് 0 എന്ന് പറഞ്ഞ പോയിന്റ്, ഈ ഒരു ഒറിജിനിലെ ഈ പോയിന്റ് തന്നെ ഉണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ എത്ര കിട്ടേണ്ടത്? 1 ആണ് കിട്ടേണ്ടത്. ഇവിടുന്ന് നേരെ വെർട്ടിക്കൽ ലൈനിൽ 1 എവിടെയാണ് വരിക നോക്കിയാൽ മതി. 1 ഇവിടെയല്ലേ വരിക? ഈ കാണുന്ന പോയിൻ്റാണ് നമ്മളെ 1. അപ്പോൾ അത് ജസ്റ്റ് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു, 1. ഓക്കെ. ഇനി അടുത്തത് എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കണം. എക്സിന് 1 എന്നുള്ള വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്? 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ആണല്ലേ. അപ്പം ഇതിന് വെർട്ടിക്കലായിട്ടുള്ള ഈ ഒരു ലൈനിലേക്ക് വൈ ആക്സിസിൽ നിന്ന് 0 കണക്റ്റ് ആവുന്നത് എവിടെ തന്നെയാണ്? അതേ പോയിൻ്റ് തന്നെയാണ്. 1 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് തന്നെയാണ് വരിക. അപ്പം ആ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്, ഈ കാണുന്ന പോയിൻ്റ്. ഈ 2 പോയിന്റുകൾ ഇപ്പോൾ കിട്ടിയ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ 2 പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ലൈനായിരിക്കും നമ്മുടെ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ സ്കെയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ആ 2 പോയിന്റിലൂടെ കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകണം. ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഓക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ പോളിനോമിയലിൻ്റെ പേര് ജസ്റ്റ് ഒന്നവിടെ എഴുതി വെക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്. പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഇനി നേരെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് പോളിനോമിയലിൻ്റെ പേര്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എക്സ് എന്നുള്ള വാല്യൂ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ. എക്സിന് ആദ്യം നമ്മൾ 0 എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ നേരെ ജസ്റ്റ് കൊടുക്കാനേ ഉള്ളൂ. എക്സ് തന്നെയാണ് പോളിനോമിയൽ അല്ലേ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. അപ്പോൾ 0 വന്നാൽ എന്ത് തന്നെ വരും? 0 തന്നെ വരും. ഇനി 1 വന്നാൽ എന്ത് വരും? 1 തന്നെ വരും. വളരെ എളുപ്പമുള്ളൊരു പോളിനോമിയലാണ്. ഇനി നോക്കുക, 0 0. ഏതാ 0 0 എന്ന് പറഞ്ഞ പോയിൻ്റ്? ഈ കാണുന്ന പോയിൻ്റ് തന്നെയാണ് 0 0 അല്ലേ. അടുത്തത് 1 1. എക്സിന് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇത് വെർട്ടിക്കൽ ആയിട്ട് പോകുന്ന ലൈൻ നോക്കുക. ആ ലൈനിലേക്ക് വൈ ആക്സിസിലുള്ള 1 കണക്റ്റ് ആവുന്ന പോയിൻ്റ്. അപ്പം ഇങ്ങനെ വരും പോയിൻ്റ്. ഈ കാണുന്ന പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. വേണമെങ്കിൽ ഡോട്ടഡ് ലൈനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യാം. ഡോട്ടഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ കാണുന്ന പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്ത പരിപാടി സ്കെയിൽ വെച്ച് നേരെ ആ 2 ലൈൻസിനും കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുക. കണക്ട് ചെയ്തൊരു ലൈൻ ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. ജസ്റ്റ് 2 സൈഡിലേക്കും എന്ത് ചെയ്യണം? നീട്ടി വേണം വരയ്ക്കാൻ. 2 സൈഡിലേക്കും നീട്ടി വരയ്ക്കാം. ഇനി ജസ്റ്റ് പോളിനോമിയൽ ഒന്നിവിടെ എഴുതി വെക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. പോളിനോമിയൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. നേരത്തെ ചെയ്ത പരിപാടികളൊക്കെ തന്നെ. എക്സ് കറസ്പോണ്ടിങ് പി ഓഫ് എക്സ്. എക്സിന് 0 എന്ന് കൊടുത്തു. എക്സിന് 0 എന്ന് കൊടുക്കുമ്പം ഇവിടെ മൈനസ് ഓഫ് 0. 0ക്ക് മൈനസ് ഉണ്ടോ? ഇല്ല, 0 എന്ന് തന്നെയാണ് പറയല്ലേ. അപ്പോൾ 0 0 എന്ന് വരും. ഇനി എക്സിന് 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുക്കുമ്പം മൈനസ് 1. അപ്പം പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ ആദ്യം 0 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അത് ജസ്റ്റ് മാർക്ക് ചെയ്തു. ഈ കാണുന്ന പോയിൻ്റാണ്. ഇനി അടുത്തത് 1 വരുമ്പോൾ -1. 1 ഇതല്ലേ 1 എന്ന് പറഞ്ഞ പോയിൻ്റ്. എക്സിന് കറസ്പോണ്ടിങ് വെർട്ടിക്കൽ ലൈനിൽ
വൈ ആക്സിസ് എന്നുള്ള -1 കണക്റ്റ് ആവുന്നത് എവിടെയാണ്? ദേ ഈ കാണുന്ന പോയിന്റിലാണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ 2 ആളുകളാണ് നമുക്ക് വേണ്ടത്. ഒരുത്തൻ 0 0, ഒരുത്തൻ 1 -1. അത് 2 ആളെയും ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇങ്ങനെ വരും ഏകദേശം ലൈന് അല്ലേ? അപ്പം അതാണ് നമ്മളുടെ പോളിനോമിയലിൻ്റെ ഗ്രാഫ്. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് തന്നെ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പോളിനോമിയൽ ഒന്ന് അവിടെ എഴുതി വെക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? -x ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിന് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യങ്ങളുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിൽ റിസർച്ച് ആയിട്ട് വരുന്ന, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുന്ന ഒരു പിങ്ക് കളറിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ. ഇനി വരയ്ക്കാനല്ലാത്ത ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് പോളിനോമിയൽ എഴുതാനുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.